നമസ്കാരം, വെൽക്കം ടു രമ്യാസ് എഡ്യൂ വേൾഡ്. രമ്യാസ് മാത്സ് കോർണർ എന്ന നമ്മുടെ ആദ്യത്തെ ചാനലില് SSLC മാത്തമാറ്റിക്സിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ അവിടെ പോയിട്ട് കാണാം. അതുപോലെ തന്നെ രമ്യാസ് മാത്സ് കോർണർ എന്ന നമ്മുടെ ചാനലിന്റെ പേരിൽ തന്നെ നമ്മളൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് SSLC-കാരുടെ മാത്തമാറ്റിക്സിന്റെ ലൈവ് ക്ലാസ്സസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ PDF ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക നമ്മുടെ ആപ്പ് വഴിയായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് നിന്നും രമ്യാസ് മാത്സ് കോർണർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂസ് വയർ ഈസ് ടു ബി യൂസ്ഡ് ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദി ആംപിയറേജ് കറക്റ്റ്ലി. Write down the amperage of the fuse wire that are currently available in the market. ഇപ്പൊ നമ്മൾ ഫ്യൂസ് വയർ എങ്ങനെയെങ്കിലും കൊണ്ടുവച്ചാൽ പോരാ അല്ലെ, ഏതെങ്കിലും കപ്പാസിറ്റി ഉള്ളത് കൊണ്ടുവച്ചാൽ പോരാ, അതിന് കറക്റ്റ് മെഷർമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തിന്റെ ബേസിസിലായിരിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആംപിയറേജ് ഉള്ള ഫ്യൂസ് വയർ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താണ്? The current passing through different circuit is not same. അല്ലെ, ഓരോ സർക്യൂട്ടിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന കറണ്ടും ഓരോ രീതിയിലാണ്, ഓരോ അളവിലുള്ള കറണ്ടാണ് പാസ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഓരോ അപ്ലയൻസസിനും നമുക്ക് ഉപയോഗിക്കുന്ന കറണ്ടും വ്യത്യാസമാണ്. TV വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് അല്ല നമ്മുടെ ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഡിഫറെന്റ് ആണ്. The intensity of electric current differs from one appliance to another. Intensity വ്യത്യാസമായിരിക്കും അല്ലെ, അപ്ലയൻസസ് മാറുന്നതിനനുസരിച്ചിട്ട് intensity of electric current വേരി ചെയ്തിരിക്കാം. So, if a fuse wire of proper rating is not used, proper rating ഇലുള്ള fuse wire അല്ല യൂസ് ചെയ്യുന്നത് എങ്കിൽ, when high current flows through it, this may cause damage in these appliances. എന്ത് സംഭവിക്കും? അതുവഴി ഹൈ ക്വാണ്ടിറ്റി കറണ്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ അപ്ലയൻസസിനും ഡാമേജ് സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കറക്റ്റ് ആംപിയറേജിലുള്ള ഫ്യൂസ് വയർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ഫ്യൂസ് വയേഴ്സ് റേറ്റ് ചെയ്തിരിക്കുന്നത് 1 ആംപിയർ, 1.5 ആംപിയർ, 2.2 ആംപിയർ, 3 ആംപിയർ, 5 ആംപിയർ, 10 ആംപിയർ, അങ്ങനെയാണ് നമ്മുടെ ഫ്യൂസ് വയേഴ്സിന്റെ ആംപിയറേജ് കണക്കാക്കിയിരിക്കുന്നത്, അവൈലബിൾ ആയിട്ട് വരുന്നത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. അതിനകത്ത് നമുക്ക് 0.5 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ. അപ്പൊ 230 വോൾട്ട് സപ്ലൈ ആണ്. അതുപോലെ അവിടുത്തെ കറണ്ട് 0.5 ആംപിയർ ആണ്. ദെൻ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ഇൻ 5 മിനിറ്റ്സ്. 5 മിനിറ്റില് സർക്യൂട്ടിൽ കൂടി ഒഴുകുന്ന എന്താണ് ചാർജ്, എത്രയാണ് ചാർജ്, ആ ചാർജിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് 5 കൂളംബ് ആണോ, 15 കൂളംബ് ആണോ, 150 കൂളംബ് ആണോ, 1500 കൂളംബ് ആണോ, എന്താണ് ഈ 5 മിനിറ്റിൽ കൂടിയിട്ട് ഒഴുകുന്ന ചാർജ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്, നമ്മുടെ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് എത്രയാ. അതുപോലെ തന്നെ calculate the quantity of heat generated when current flows in the circuit for 5 minutes. 5 മിനിറ്റ് സമയത്തേക്ക് കറണ്ട് പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ എത്രമാത്രം ഹീറ്റ് ആയിരിക്കും നമ്മുടെ സർക്യൂട്ടിൽ ഉണ്ടാവുക. ദെൻ മൂന്നാമത്തേത്, ഹൗ മച്ച് ഈസ് ദ പവർ ഓഫ് ദി ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു ദ സർക്യൂട്ട് ഇഫ് വി ഇഗ്നോർ ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. സർക്യൂട്ട് വയറിന്റെ റെസിസ്റ്റൻസ് നമ്മളൊന്ന് ഇഗ്നോർ ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ ഡിവൈസിന്റെ പവർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ 4 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഐയും വിയും തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ്, എത്ര കൂളം ചാർജ് ആണ് പാസ് ചെയ്ത് പോകുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, Q ഈസ് ഈക്വൽ ടു IT അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു Q/T എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാം. അവിടെ നിന്നിട്ട് നമ്മൾ Q കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതിനു മുന്നേ നമുക്ക് തന്നിരിക്കുന്ന മെഷേഴ്സ് എല്ലാം പ്രോപ്പർ യൂണിറ്റ്സിലാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ I എന്ന് പറയുന്നത് കറണ്ട് 0.5 ആംപിയറിലാണ്. ദെൻ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ അവിടെ തന്നിട്ടുണ്ട്, 230 വോൾട്ട് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തരുന്ന ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണ് നമുക്ക് തരുന്നത്. നമുക്കറിയാം സമയം സെക്കൻഡിലോട്ട് മാറ്റുകയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വരും? 300 സെക്കൻഡ് ആയിരിക്കും നമ്മുടെ സമയമായിട്ട് വരിക. അപ്പൊ എല്ലാം പ്രോപ്പർ യൂണിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ചാർജ് Q ഈസ് ഈക്വൽ ടു I into T. നമുക്കറിയാം I ഈസ് ഈക്വൽ ടു Q/T. ക്രോസ് ചെയ്താൽ I into T ആണ് നമ്മുടെ ചാർജ് കണ്ടുപിടിക്കാൻ വരുന്നത്. Therefore I ഈസ് ഈക്വൽ ടു 0.5 into our time ഈസ് 300 ആണ്. അപ്പോൾ 5 into 0.5 into 300 ചെയ്യുക. അപ്പോൾ 0.5 into 3 means 15 വരും.
അപ്പോൾ 15 നമുക്ക് 15ഉം 2 0യും വരും. ഒരു പ്ലേസ് മാറി പോയിന്റ് കൊടുക്കുക. ദാറ്റ് മീൻസ് 150 Z ആണ്, 150 കൂളോം ചാർജ് ആണ് നമുക്കിവിടെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിന് ഓപ്ഷൻ തന്നിട്ടുള്ളതിൽ 150 ചൂസ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം V = IR ഇക്വേഷൻ അറിയാം. അവിടെ നിന്ന് R = V/I എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. R = V/I. ഇവിടെ V എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. അവിടെ കറണ്ട് എന്ന് പറയുന്നത് 0.5 ആംപിയർ ആണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിവിഷന് എളുപ്പം നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2300 ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റ് മാറിയിട്ട് 5 കിട്ടും. ദെൻ നമുക്ക് ക്യാൻസൽ ചെയ്തെടുക്കാം. 5 4s are 20, 36 എന്തായിട്ട് വരും 460 ഓം ആണ് നമുക്കിവിടെ റെസിസ്റ്റൻസ് പ്രതിരോധമായിട്ട് കിട്ടുക. ദെൻ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് അതിൽ സർക്യൂട്ടിൽ 5 മിനിറ്റ് സമയത്തേക്ക് ഈ കറണ്ട് പാസ് ചെയ്ത് പോയാൽ എത്രമാത്രം ഹീറ്റ് ആയിരിക്കും ജനറേറ്റ് ചെയ്യാന്നാണ്. അപ്പൊ ഹീറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. H = I²RT നമുക്ക് ഇക്വേഷൻ അറിയാം. അവിടെ നിന്നും I നമുക്കറിയാം 0.5 ആണ്. 0.5² into 460 into ടൈം നമുക്കറിയാം. സെക്കൻഡിലോട്ട് മാറ്റിയ ടൈം അറിയാം 300 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് 0.5² എന്ന് പറയുന്നത് 0.25 into 460 into 300 വരും. ഇതെല്ലാം കൂടിയിട്ട് മൾട്ടിപ്ലൈ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 34500 ജൂൾ ആണ്. ദാറ്റ് മീൻസ് എത്രയാ 34,500 ജൂൾ ആണ് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ആയിട്ട് കിട്ടുക. ദെൻ ഇനി നമുക്കുള്ളത് പവർ ആണ്. പവർ കണ്ടുപിടിക്കണം. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ നമുക്കുള്ള ഇക്വേഷൻ ഹീറ്റ് ബൈ ടൈം ആണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ പവർ = ഹീറ്റ് ബൈ ടൈം. ഹീറ്റ് നമുക്ക് ഇപ്പോൾ കിട്ടി എത്രയാണ് 34500. അതിന് നമ്മുടെ ടൈം ഇവിടെ 300 സെക്കൻഡ് ആണ്. അപ്പോൾ 300 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 115 ദാറ്റ് മീൻസ് 115 W വാട്ടാണ് എന്തായിട്ട് കിട്ടുന്നത് നമുക്കിവിടെ പവർ ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐയും ബിയും തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. എത്ര ചാർജ് 5 മിനിറ്റ് സമയത്തേക്ക് പാസ് ചെയ്ത് പോകുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് Q = IT ആണ്. അവിടെ ടൈം നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ 150 C ആയിട്ട് കിട്ടി. ദെൻ അടുത്ത് വേണ്ടിയിരുന്നത് റെസിസ്റ്റൻസ് ആണ്. V/I എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് 460 ഓം ആയിട്ട് കിട്ടി. പിന്നെ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഹീറ്റ് ആണ്. ദാറ്റ് ഇസ് I²RT എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് 34,500 ജൂൾ ആയിട്ട് കിട്ടി. ലാസ്റ്റ് പവർ കണ്ടുപിടിക്കാനായിരുന്നു. ദാറ്റ് മീൻസ് ഹീറ്റ് ബൈ ടൈം ആണ്. അത് ചെയ്തപ്പോൾ നമുക്ക് 115 വാട്ട് ആയിട്ട് നമുക്ക് അവിടെ ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? തേർഡ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ദ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു ദി ഫ്ലോ ഓഫ് current. According to Joule's law, heat is developed due to the flow of current. That is H = I²RT. നമുക്കറിയാലോ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ജൂൾസ് ലോ വഴി നമ്മൾ മനസ്സിലാക്കിയത്. ഇക്വേഷൻ നമുക്കറിയാം H = I²RT. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. Will the heat developed increase on increasing the resistance without changing the voltage? Explain. നമ്മൾ റെസിസ്റ്റൻസ് കൂട്ടുകയാണ്. വോൾട്ടേജിൽ ഒരു വ്യത്യാസവും വരുത്താതെ ഈ റെസിസ്റ്റൻസ് നമ്മൾ കൂട്ടിക്കൊടുത്താൽ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി കൂടുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ കൂട്ടിക്കൊടുക്കുന്നത് റെസിസ്റ്റൻസ് ആണ്, പക്ഷെ നമ്മുടെ വോൾട്ടേജിൽ ഒരു വ്യത്യാസവും നമ്മൾ വരുത്തുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ജൂൾസ് ലോ അനുസരിച്ച് H = I²RT ഇക്വേഷൻ അറിയാം. റെസിസ്റ്റൻസ് കൂട്ടുകയാണ്, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഹീറ്റ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. I = V/R. I = V/R എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷൻ. ഇപ്പൊ ഞാൻ സപ്പോസ് ചെയ്യാണ് V എന്ന് പറയുന്നത് ഒരു 100 ആയിട്ട് എടുത്തിട്ട് ഞാനിപ്പോ R5 കൊടുത്തു എന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ V ആണ്, ഇത് നമ്മുടെ R ആണ്. ഇതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും? 20 ആയിട്ട് കിട്ടും. ഈ കിട്ടുന്ന ആൻസർ നമുക്ക് I ആയിട്ട് ചൂസ് ചെയ്യാം. ഇവിടെ റെസിസ്റ്റൻസ് 5 ആണ്, കറണ്ട് 20 ആണ്, വോൾട്ടേജ് 100 ആണ്. അടുത്ത കേസിൽ ഞാൻ ഈ 100 എന്ന് പറയുന്ന വോൾട്ടേജ് ചേഞ്ച് ചെയ്യാതെ റെസിസ്റ്റൻസ് ഒന്ന് കൂട്ടിക്കൊടുക്കാം. റെസിസ്റ്റൻസ് 10 ആക്കി കൊടുത്താൽ നമുക്കിവിടെ ആൻസർ എത്ര കിട്ടും? 100/10 കിട്ടും അല്ലെ. അപ്പോൾ ഇവിടെ കിട്ടിയ കറണ്ട്
10 ആയിട്ട് മാറി. നോക്കിക്കേ ഇവിടുത്തെ വ്യത്യാസം വല്ലതുണ്ടോ എന്ന്. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് 5 എടുത്തപ്പോൾ കറണ്ട് 20 കിട്ടിയെങ്കിൽ റെസിസ്റ്റൻസ് 10 ആക്കി മാറ്റിയപ്പോൾ കറണ്ട് അതിനനുസരിച്ചിട്ട് 10 ആയിട്ട് മാറി അല്ലേ. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസിൽ എന്ത് ചേഞ്ച് വന്നാലും അതിനനുസരിച്ച് നമ്മുടെ കറണ്ടിൽ മാറ്റം വരും. നമ്മുടെ റെസിസ്റ്റൻസ് ഡബിൾ ചെയ്ത് കൊടുത്താൽ കറണ്ട് അവിടെ ഹാഫ് ആകും. റെസിസ്റ്റൻസ് 5 ഡബിൾ ചെയ്ത് 10 ആക്കുമ്പോൾ കറണ്ട് 20 ആയിരുന്ന കറണ്ട് ഹാഫ് ആയിട്ട് 10 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് വോൾട്ടേജിലാണ് നമ്മൾ റെസിസ്റ്റൻസ് കൂട്ടുന്നതെങ്കിൽ അത് എന്തിനെ അഫക്ട് ചെയ്യും? നമ്മൾ കൂട്ടുന്ന റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അതേ ചേഞ്ച്, അതേ ഡിഫറൻസ്, അതേ ഡിക്രീസ് നമ്മുടെ കറണ്ടിലും വരും. ഇപ്പൊ നമ്മുടെ റെസിസ്റ്റൻസ് ഡബിൾ ആക്കി കൊടുത്താൽ നമ്മുടെ കറണ്ട് അതിനനുസരിച്ച് ഹാഫ് ആക്കും. റെസിസ്റ്റൻസ് 4 ടൈംസ് നമ്മൾ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ കറണ്ട് 4 ടൈംസ് അതിന്റെ എന്ത് ചെയ്യും? 1/4 ആയിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കൂടില്ല. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ടേബിളിൽ ഈ ഫസ്റ്റ് കോളം നമുക്ക് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റോ ഫില്ലാണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ 2 കോളംസും ഫില്ലായിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കോളായിരുന്നു. അതിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് 230 വോൾട്ടും 57.5 റെസിസ്റ്റൻസുമുള്ള കറണ്ട് എന്ന് പറയുന്നത് 4 ആംപിയർ കറണ്ട് ആണ്. ഇവിടുത്തെ നമ്മുടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 920 ജൂളും അവിടുത്തെ പവർ എന്ന് പറയുന്നത് 920 വാട്ടും ആണ്. ഇവിടെ നമ്മൾ ടൈം 1 സെക്കൻഡ് എടുക്കുവാണ്. 1 സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റുമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. The table shows the details of an electric heating device designed to work in 230 volt. Complete the table by calculating the change in the heat and power on changing the voltage and resistance of the device. Analyze the table and answer the following questions. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടുത്തെ ടേബിളിൽ എന്താണ് 230 വോൾട്ടും 57.5 റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നപ്പോൾ കറണ്ടും അവിടുത്തെ ഹീറ്റ് എനർജിയും പവറും ഒക്കെ നമ്മൾ ആക്ച്വലായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 920 ജൂളും 920 വാട്ടും ആണ് പവർ എന്ന് കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വോൾട്ടേജിലും അതുപോലെ തന്നെ റെസിസ്റ്റൻസിലും ഒക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഉണ്ടാകുന്ന പവറിൽ എന്തൊക്കെ മാറ്റമാണ്, അത് എന്തുകൊണ്ടാണ് വന്നതെന്നൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് വോൾട്ടേജിൽ വ്യത്യാസം വരുത്തുന്നില്ല. 230 വോൾട്ടേജ് തന്നെയാണ് നമുക്ക് തരുന്നത്. ഇനി ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 115 ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ കയ്യിൽ ആദ്യത്തെ കേസിൽ പറഞ്ഞിരുന്നത് 57.5 റെസിസ്റ്റൻസ് ആണ് എങ്കിൽ രണ്ടാമത്തെ കേസ് എത്തിയപ്പോ അതിന്റെ 2 ടൈംസ് ആക്കി മാറ്റി. അപ്പൊ വോൾട്ടേജിൽ വ്യത്യാസമില്ല, പക്ഷെ റെസിസ്റ്റൻസ് R എന്നുള്ളത് 2 ടൈംസ് ആക്കി നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണ്. ആ സമയത്ത് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ V/R ആണല്ലോ. അപ്പൊ നമ്മുടെ 230 115 കൂടിയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടും. ആ 2 ആയിരിക്കും ഇവിടത്തെ കറണ്ട് ആയിട്ട് വരിക. അപ്പൊ ഇതേപോലെ നമുക്ക് 230 വോൾട്ടും 230 റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. V/R ചെയ്യുമ്പോൾ ഇവിടെ കറണ്ട് 1 ആയിട്ട് കിട്ടും. ഇവിടെ 115ഉം 57.5 അതായത് റെസിസ്റ്റൻസിൽ മാറ്റം വരുത്താതെ വോൾട്ടേജ് ഹാഫ് ആക്കി എടുത്തു, 115 ആക്കി മാറ്റി. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് V/R തന്നെയാണ്. ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ വോൾട്ടേജ് ഡബിൾ ആക്കി എടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസിൽ മാറ്റമൊന്നുമില്ല, 57.5 തന്നെ ആദ്യത്തെ അതേ കേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതിന് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. അതായത് കറണ്ട് കണ്ടുപിടിക്കാൻ വോൾട്ടേജും റെസിസ്റ്റൻസും ഈ 2 കോളം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കോളം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഹീറ്റ് കണ്ടുപിടിക്കാനാണ്. വിയും ഐയും ടിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ടി ഇവിടെ 1 ആക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിയും ഐയും കൂടെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് വിയും ഐയും ഈ 2 കോളമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഒരു ഒറിജിനൽ ഡിവൈസിന്റെ ആക്ച്വൽ ആയിട്ട് അവർ മൾട്ടിപ്ലൈ ചെയ്ത് 920 തന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ 230 × 2 ചെയ്യുക. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 460 കിട്ടും. 230 × 1 230, 115 × 2 230, 460 × 8 3680. അതായത് നമ്മുടെ വോൾട്ടേജും ഐയും വിയും ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ഹീറ്റ് കണ്ടുപിടിക്കുക. ടൈം 1 ആക്കി കൊടുക്കുക. ഇനി അതിനനുസരിച്ച് നമ്മൾ പവർ കണ്ടുപിടിക്കണം. ഒന്നുകിൽ H/Tയോ അല്ലെങ്കിൽ നമ്മുടെ VI എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ടൈം ക്യാൻസൽ ചെയ്ത് പോയിട്ട് VI, അതായത് നമ്മുടെ വിയും ഐയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന കറക്റ്റ് ഈ കോളം തന്നെയാണ് നമുക്ക് അവിടുത്തെ പവർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആക്ച്വൽ ആയിട്ടുള്ള പവർ 920 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഓരോ കേസിലും എങ്ങനെയാണ്? ഇവിടെ രണ്ടിടത്തും വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മൾ റെസിസ്റ്റൻസിലാണ് വ്യത്യാസം വരുത്തിയത്. ഇവിടെ റെസിസ്റ്റൻസ് ഡബിൾ ആക്കിയും 4 ടൈംസ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ റെസിസ്റ്റൻസിൽ മാറ്റമൊന്നും വരുത്തിയില്ല, പക്ഷേ ഇവിടെ നമ്മൾ വോൾട്ടേജ് ഒരിടത്ത് ഹാഫ് എടുത്തു, ഒരിടത്ത് ഡബിൾ എടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് പവറുമായിട്ട് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ
എന്താണ് റെസിസ്റ്റൻസ് നമ്മൾ ഡബിൾ ചെയ്തു അല്ലെ. റെസിസ്റ്റൻസ് ഡബിൾ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ പവർ നോക്കിക്കേ. ആദ്യം 920 ആയിരുന്നു. 57.5 920 ആയപ്പോ അത് ഡബിൾ ചെയ്ത് 150 എടുത്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള പവർ എത്രയാണ്? 460 ആണ്. അത് പവർ ഹാഫ് ആക്കി കുറഞ്ഞു. അപ്പൊ പവർ ഹാഫ് ആവാൻ കാരണം നമ്മൾ റെസിസ്റ്റൻസ് ഡബിൾ ആക്കി ഉയർത്തിയത് കൊണ്ടാണ് പവർ അവിടെ ഹാഫ് ആയത്. ഓക്കെ, ദെൻ അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് ഡബിൾ ആക്കി, അതുകൊണ്ട് പവർ ഹാഫ് ആയി കുറഞ്ഞു. ഇനി അടുത്ത് നോക്കിക്കേ. അടുത്ത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 230 ആണ്. അതായത് 920 ഇവിടെ തന്നിട്ടുണ്ട്. 920/4 ചെയ്യുമ്പോഴാണ് 230 കിട്ടുന്നത്. അത് വരാൻ കാരണം നമ്മൾ ഇവിടെ റെസിസ്റ്റൻസ് എത്ര എടുത്തു? 57.5ന്റെ 4 ടൈംസ് ആണ് നമ്മുടെ 230 വരുന്നത്. 4 മടങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട്. 4 ടൈംസ് റെസിസ്റ്റൻസ് 4 ടൈംസ് ആക്കിയപ്പോ നമ്മുടെ പവർ എന്തായത് ആ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1/4 ആയിട്ട് കുറഞ്ഞു. 920 ഡിവൈഡഡ് ബൈ 4 230 ആണ് അവിടെ കിട്ടിയത്. അതിന് കാരണം നമ്മൾ റെസിസ്റ്റൻസ് 4 ടൈംസ് ആക്കി എടുത്തു. ദെൻ അടുത്ത കേസിൽ നമ്മൾ റെസിസ്റ്റൻസിൽ മാറ്റം വരുത്തിയില്ല, പക്ഷേ വോൾട്ടേജ് ഹാഫ് ആക്കി അല്ലെ. വോൾട്ടേജ് ഹാഫ് ആക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 920 ആയിരുന്നത് 230 ആയിട്ട് മാറി. 920 എന്ന് പറയുന്നത് 230 ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ അവിടെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 920യെ നമ്മൾ 4 ആയിട്ട് 4 ടൈംസ് 1/4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പൊ ഇവിടെ നോക്കിക്കേ, വോൾട്ടേജ് ഹാഫ് ആക്കിയപ്പോ 1/2 ആയപ്പോ എന്താണ് നമ്മുടെ പവർ എത്രയായിട്ട് മാറി? 1/4 ആയിട്ട് മാറി. ഓക്കെ, ഇവിടെ 1/2 എടുത്തപ്പോ അവിടെ 1/4 ആയിട്ട് മാറി. ഇനി നമുക്ക് ഇതിന്റെ ഡബിൾ എടുത്തിട്ടുണ്ട് അല്ലെ. 230യുടെ ഡബിൾ ആണ് 460. ഇവിടെ 460 ഇതിന്റെ ഡബിൾ എടുത്ത സമയത്ത് നമുക്ക് കിട്ടിയത് 920യുടെ എത്ര മടങ്ങാ കിട്ടിയിട്ടുള്ളത്? എന്താണ് 4 ടൈംസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. 920 into 4 ടൈംസ് ആണ് നമുക്ക് നമ്മുടെ എന്താ പവർ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 4ന്റെ ആ ഒരു റേഞ്ചിലാണ് അവിടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് മാറുന്ന സമയത്ത് നമ്മൾ കണ്ടു, റെസിസ്റ്റൻസ് ഡബിൾ ആയ സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? അത് ഹാഫ് ആയിട്ട് മാറി. റെസിസ്റ്റൻസ് 4 ടൈംസ് ആക്കിയപ്പോൾ 1/4 ടൈംസ് ആയിട്ട് കുറഞ്ഞു. ഇവിടെ നമ്മൾ വി എന്ന് പറയുന്നത് ഹാഫ് ആക്കി മാറ്റി. വി എന്ന് പറയുന്നത് ഹാഫ് ആക്കി മാറ്റിയപ്പോൾ ഇത് നമ്മുടെ പവർ എന്ന് പറയുന്നത് 1/4 ആയിട്ട് മാറി. അതുപോലെ തന്നെ വി എന്ന് പറയുന്നത് നമ്മൾ ഡബിൾ ആക്കി മാറ്റിയപ്പോഴത് അതിനനുസരിച്ച് ഇത് 4 ടൈംസ് ആക്കി മാറ്റി ഇൻറ്റു 4 ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇതാണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡസ് ദ വോൾട്ടേജ് അണ്ടർ വിച്ച് എ ഡിവൈസ് വർക്ക് അഫക്ട്സ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഹൗ ഡസ് ദ വോൾട്ടേജ് അണ്ടർ വിച്ച് എ ഡിവൈസ് വർക്ക്സ് അഫക്ട്സ് ഇറ്റ്സ് ഫംഗ്ഷനിങ്? ആ വോൾട്ടേജ് എങ്ങനെയാണ് അവിടെ ഫംഗ്ഷനിങ്ങിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ് അവിടെ ചെയ്യുന്നതെന്നാണ്. നോക്കിക്കേ, if there is no change in the resistance when voltage increases, power also increases. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പവറും ഇൻക്രീസ് ചെയ്യും. എപ്പോഴാണ്? നമുക്ക് അവിടെ എന്തിൽ വ്യത്യാസം വരുത്തണ്ട? റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുത്താതിരുന്നാൽ മതി. ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിൽ വ്യത്യാസം ഇല്ല എങ്കിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പവറും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. നോക്കിക്കേ, 57.5 വോൾട്ടേജിൽ 230 വോൾട്ടിൽ നമുക്ക് 920 ആണ് കിട്ടിയെങ്കിൽ അവിടെ എന്താണ് 460 വോൾട്ട് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് 3680 ആണ് കിട്ടിയത്. അപ്പൊ റെസിസ്റ്റൻസ് മാറാതെ നമ്മൾ വോൾട്ടേജ് എന്ത് ചെയ്താലും അതിനനുസരിച്ചുള്ള എഫക്ട് നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് അവിടെ നമുക്ക് പവറിൽ കിട്ടും. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു ദ പവർ ഓൺ ഇൻക്രീസിംഗ് ദ റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ്? ഇനി വോൾട്ടേജിൽ വ്യത്യാസം വരുത്താതെ റെസിസ്റ്റൻസിൽ നമ്മൾ മാറ്റം വരുത്തിയപ്പോൾ നമ്മുടെ പവറിൽ എന്ത് മാറ്റമാണ് കണ്ടതെന്ന്? വെൻ റെസിസ്റ്റൻസ് ഇൻക്രീസസ് ദ കറണ്ട് ഡിക്രീസസ്, ദ പവർ ആൾസോ ഡിക്രീസസ് അല്ലെ. റെസിസ്റ്റൻസ് നമ്മൾ കൂട്ടിയപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ V/R എന്ന് പറയുന്ന ഇക്വേഷൻ അനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ കറണ്ട് അതിനനുസരിച്ച് കുറയുന്നു. അതിനനുസരിച്ചിട്ട് നമ്മുടെ പവറും അതിനനുസരിച്ചിട്ട് കുറയുവാണ് ചെയ്തത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഈസ് ടു ബി ബ്രോട്ട് അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ഹീറ്റിംഗ് ഡിവൈസസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇറ്റ്സ് പവർ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡിവൈസസിന്റെ ഹീറ്റിംഗ് ഡിവൈസസിന്റെ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് കൺസ്ട്രക്ഷന്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്നാണ്. That is to increase the power of an electric appliances, decrease the current, resistance decreases and then current increases. എന്ത് ചെയ്യാം? To increase the power of an electric appliance, resistance decreases and current increases. Okay, അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുക, അതിനനുസരിച്ച് അവിടെ കറണ്ട് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക്